ഞാനാ മുണ്ടക്കലമ്മേ, അംബിക. സന്തോഷം അംബികെ. അല്ല, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഞാനേ അവിടുത്തെ വാർത്തകളൊക്കെ അറിയാൻ വിളിച്ചതാ. ഇവിടെ എന്തോന്ന് വാർത്ത? ഇവിടെ പുരയ്ക്ക് തീ പിടിച്ചിരിക്കുക. പുരയ്ക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടണമെന്നാണല്ലോ പ്രമാണം. പക്ഷെ ഇവിടെ മുറ്റത്ത് മാത്രമല്ല വാഴകള്, വീട്ടിനകത്തും വാഴകളാ. ഏത് വാഴകള് വെട്ടണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, അവിടുത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ മുണ്ടക്കലമ്മേ? ഇവിടെ അല്പം മുമ്പ് ചില വിശേഷങ്ങൾ ഉണ്ടായി. ഹൃതിക മോള് പൊട്ടിക്കരഞ്ഞോണ്ട് വന്ന് രാധമ്മയുടെ മാറിലേക്ക് അങ്ങ് ചാഞ്ഞു. കാര്യം എന്താണെന്ന് അറിഞ്ഞില്ല. തുടർന്ന് തന്തയും മോനും കൂടെ പൊരിഞ്ഞ പോരാട്ടം. ഏത്? ആ ഡ്രൈവർ വേണുവും രാജുവും കൂടിയോ? അവന് ഡ്രൈവിംഗ് ഒന്നും അറിഞ്ഞൂടാ, വെറും പാഴ്. തന്തയും മോനും തമ്മിൽ ഭയങ്കര വാക്കേറ്റം. കാര്യം എന്താ? അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. പിന്നെ മകൻ തന്തയുടെ ചെവിക്കുറ്റി നോക്കി പൂശുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് മാത്രം ഉണ്ടായില്ല. അത് കുഴപ്പമില്ല. എന്തായാലും അച്ഛനും മോനും തമ്മിൽ തെറ്റിയല്ലോ, അത് മതി. തെറ്റിയെന്ന് മാത്രമല്ല, അവരിനി ജീവിതത്തിൽ മിണ്ടാനും സാധ്യതയില്ല. സന്തോഷമായി മുണ്ടക്കലമ്മേ. എന്താ പോരെ? അല്ല, ഇന്ന് ഉറങ്ങാനുള്ള ഗുളിക കിട്ടിയില്ലേ? കിട്ടി. ഒരു കൊല്ലം മുഴുവൻ ഉറങ്ങാനുള്ള ഗുളിക കിട്ടി. സുഖമായി. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കോ. നാളെ ഉറങ്ങാനുള്ളത് നാളെ തരാം. ശരി. എല്ലാം തകർന്നു. അച്ഛനും മകനും തമ്മിൽ തെറ്റിയപ്പോ ഇനി അച്ഛനെയും രണ്ട് പെൺമക്കളെയും തമ്മിൽ തെറ്റിക്കണം.